നിന്നിലേക്ക് മാത്രം ഭാഗം 10. കോളേജിലെത്തിയിട്ടും വൈഗയുടെ ചിന്ത ഇടയ്ക്കിടയ്ക്ക് ലൂയിസിലേക്ക് തന്നെയായിരുന്നു. ആരാണ് ആ ചെറുപ്പക്കാരൻ? കുട്ടിലകത്തുകാരുമായി അയാൾക്ക് എന്താണ് ബന്ധം? അവളുടെ മനസ്സ് ഏതൊക്കെയോ വഴികളിൽ സഞ്ചരിക്കാൻ തുടങ്ങി. എന്നാലും അയാൾ ആരായിരിക്കുമല്ലേ? നന്ദനയുടെ ചോദ്യമാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. ആര്? മറ്റേ ആ കുളക്കടവിലെ ചേട്ടനുണ്ടല്ലോ, അയാൾ ആരായിരിക്കും? എന്തായിരിക്കും അവരുടെ കാറിൽ? ആരാണെങ്കിലും നമുക്കെന്താ? കൊട്ടിലകത്തുകാരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. പണ്ടത്തെ തലമുറയത്തെ ഇന്നത്തെ തലമുറയാതെ നന്ദനയോട് പറഞ്ഞ ആ വിഷയം അവസാനിപ്പിച്ചുവെങ്കിലും അവളുടെ മനസ്സിൽ നിന്നും അത് മായൊന്നുണ്ടായിരുന്നില്ല. ഹേയ്, അയു തയ്യാ? ലൂയിസ് ചെയ്തുകൊണ്ടിരുന്ന ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് മീര അകത്തേക്ക് കയറിയത്. കെസിത്ത് ആ സമയം വീഡിയോ ചാറ്റിലുണ്ടായിരുന്നു. ലൂയിസ് കയറി വരാൻ കൈകൊണ്ട് അനുവാദം കൊടുത്തതും മീര അവന് അടുത്തേക്ക് വന്നു. ലാപ്ടോപ്പിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ട് മീര ഒന്ന് സംശയിച്ചു. അവൾ അധികാരഭാവത്തോടെ അവനടുത്തേക്ക് വന്നിരിക്കുകയാണ് ചെയ്തത്. മീരയുടെ പ്രവൃത്തി കെസിത്ത് ശ്രദ്ധിച്ചു. ലൂയിസ് സംഭാഷണം അവസാനിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. അവൻ ലാപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മീര സംസാരിച്ചു തുടങ്ങി. ഹു ഇസ് ഷീ? മീരയുടെ ചോദ്യം കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി. അവൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ വിശദീകരിച്ചു. അല്ല, ഗേൾഫ്രണ്ട് ആണോ എന്നറിയാൻ. ഷീ ഈസ് മൈ PA. ഓ, ബട്ട് എന്നെ ഒന്ന് വിഷ് കൂടി ചെയ്തില്ലല്ലോ. അതിന് കെസിത്ത് എൻ്റെ മാത്രം PA ആണ്. മീര ഒന്ന് ചമ്മിയെങ്കിലും അത് പുറമേ കാണിച്ചില്ല. ശരിയാണ്, ഞാനും ലൂയിസുമായിട്ടുള്ള റിലേഷൻ PAക്ക് അറിയില്ലല്ലോ. അർഹതയില്ലാത്ത ആരും എൻ്റെ കൂടെ ഉണ്ടാവില്ല. ഷീ നോസ് ദാറ്റ്. മീരയെ നോക്കി അവൻ പറയുമ്പോൾ അവളുടെ ചോടിയിൽ ഒരു പുഞ്ചിരി വിടർന്നു. ക്യാൻ യു പ്ലീസ് പാസ് മീ ദാറ്റ് ബോട്ടിൽ? ടേബിളിലിരിക്കുന്ന ബോട്ടിൽ നോക്കിയാണ് അവൻ മീരയോട് ചോദിച്ചത്. യാ ഷോ. സന്തോഷത്തോടെ എഴുന്നേറ്റ് പോയി ബോട്ടിലെടുത്ത് തിരിഞ്ഞ മീര കാണുന്നത് നേരത്തെ താൻ ഇരുന്നിടത്ത് കാല് കയറ്റി വെച്ച് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന ലൂയിസിനെയാണ്. അവൻ മനഃപൂർവ്വം അവളെ ഒഴിവാക്കാൻ ചെയ്തതാണെന്ന് ഓർക്കവേ വിളറിപ്പോയി അവൾ. നേരത്തെ പറഞ്ഞ വാചകം വീണ്ടും കേൾക്കുന്നത് പോലെ തോന്നി അവൾക്ക്. മീര ബിസി ആയിരിക്കുമല്ലേ? ലൂയിസിൻ്റെ ചോദ്യമാണ് അവളെ ആ നിമിഷം ഉണർത്തിയത്. യാ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. സീ യു ലേറ്റർ. മുഖത്തൊരു ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് മീര പറഞ്ഞു. ഓക്കെ. അവനും മറുപടി നൽകിക്കൊണ്ട് ലാപ്പിലേക്ക് ശ്രദ്ധിച്ചു. പുറത്തിറങ്ങി മീര പോയത് അവളുടെ റൂമിലേക്കാണ്. വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾക്ക്. ഇത്ര വ്യക്തമായി അവൻ ഇൻസൾട്ട് ചെയ്തിട്ടും തിരിച്ചൊന്നും പറയാനോ പ്രതികരിക്കാനോ കഴിയാത്തതിൽ. മിറർ ഇരിക്കുന്ന ടേബിളിന് മുന്നിൽ ചെന്ന് നിന്ന് അവൾ ടേബിളിൽ കൈകൾ ആഞ്ഞടിച്ചു. അങ്ങനെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു നിഗൂഢമായ ചിരി തെളിഞ്ഞു അവളുടെ മുഖത്ത്. പെട്ടെന്ന് കിട്ടിയാൽ എന്ത് ത്രില്ലാനുള്ളത് മീര? ഇതുവരെ ഇവനെ പോലൊരുവനെ കണ്ടിട്ടില്ല. അവനെ മുട്ടുകുത്തിക്കുമ്പോഴല്ലേ നിനക്ക് വിലയുള്ളൂ? അതെ, ഇപ്പോൾ നീ ഇരുന്നിടത്ത് കാല് കയറ്റി വെച്ചവൻ നാളെ നിന്നെ മടിയിലിരുത്തണം. എന്താ, നിനക്ക് പറ്റാതെ വരോ? നെവർ. നോബഡി ക്യാൻ ബീറ്റ്സ് യു. വല്ലാത്തൊരു ഭാവത്തോടെ സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കി പറഞ്ഞു ചിരിക്കുന്നവളെ കണ്ടുകൊണ്ടാണ് ബലരാമൻ കയറി വരുന്നത്. എന്തായി? നമ്മുടെ കാര്യം നടക്കോ? മോള് വിചാരിച്ചാൽ സാധിക്കാവുന്നതല്ലേ ഉള്ളൂ. വെയിറ്റ് അച്ഛാ. അങ്ങനെ പെട്ടെന്ന് വീഴുന്നൊരു വെറും മൃഗമല്ല അത്. ഒരു മൃഗരാജാവാണ്. ശരിയായ അവസരത്തിന് കാത്തിരിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. വലിയച്ഛനോടും ഏട്ടനോടും കൂടി സൂചിപ്പിച്ചേക്ക്. ലൂയിസ് ലാപ്ടോപ്പ് മാറ്റിവെച്ച് ഒരു സിഗരറ്റുമായി ബാൽക്കണിയിലേക്ക് പോയി. അത് കത്തിച്ച് ചുണ്ടിൽ വെച്ച് ഒരു പഫ് എടുത്തതിന് ശേഷം ബാൽക്കണിയിലെ റെയിലിങ്ങിൽ കൈകൾ പിടിച്ച് ദൂരത്തേക്ക് നോക്കി നിൽക്കവേ അകലെയുള്ള ഒരു താമരക്കുളത്തിലേക്ക് ലൂയിസിൻ്റെ ശ്രദ്ധ പോയതും രാവിലെ നടന്ന കാര്യങ്ങൾ മിന്നൽ വേഗത്തിൽ അവൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു വന്നു. വലത്തെ വിരലുകൾ കൊണ്ട് അവളുടെ നഖത്തിൻ്റെ മുറിവ് വീണ പാടിൽ പതിയെ ഒന്ന് തഴുകി. എന്തോ കാര്യമായി ആലോചിച്ചതിന് ശേഷം ഡ്രസ്സ് നേരെയിട്ട് ആ പാട് മറ്റാർക്കും കാണാൻ കഴിയില്ല എന്നുറപ്പ് വരുത്തി തിരികെ റൂമിലേക്ക് നടന്നു. തുടരും. പ്ലീസ് സബ്സ്ക്രൈബ്.